ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജിത്തു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മൾ കുക്കിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട്, റോഹു. അപ്പോൾ അത് വെച്ചിട്ടൊരു നമുക്കൊരു കിടിലൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ വേറെ ഒന്നും പറയാല്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്കിത് ചെതമ്പൽ കളയണം. തൊലി കളയണില്ല, ചെതമ്പൽ കളഞ്ഞിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. എളുപ്പമല്ല, ചെതമ്പൽ പോരാൻ കുറച്ച് പണിയാണ്. നല്ല ചെതമ്പൽ കളയാൻ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടെന്നും പോരുന്നില്ല, നന്നായിട്ട് വരയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് വരയ്ക്കണം, നന്നായിട്ട് ഫുള്ളായി ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഒരു ചെതമ്പലിൻ്റെ വലിപ്പമാണിത് കാണുന്നത്. ഒരു ചില്ലറ പൈസ പോലെ ഉണ്ട്. പണ്ട് 25 പൈസ ഒക്കെ ഉണ്ടാവില്ല, അതേപോലെ. ഇപ്പുറത്തെ സൈഡ് ഒരുവിധം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് കൈയൊക്കെ കടഞ്ഞിട്ട. ഇപ്പോൾ ചെതമ്പലൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് ചിറകൊക്കെ ഒന്ന് വെട്ടി കളയാം. കൈ വഴുക്കണ്ട. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് വയറ് പൊളിച്ചിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുക്കും. എടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വേണ്ടിയിട്ടാ അപ്പോൾ നമുക്ക് കല്ലുപ്പിട്ടിട്ട് ഒന്ന് ഉരച്ചെടുക്കണം നന്നായിട്ട്.
നല്ല കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഇത് നമുക്ക് കഴുകിയെടുക്കണം നന്നായിട്ട്. ഉപ്പൊക്കെ തേച്ച് കുറേശ്ശെ ഒഴിക്കണം. ഇത് നന്നായി കഴുകിയെടുക്കാം. നിർത്തി ഇതിനുള്ളിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മളിത് ഫുള്ളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചകളൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വരട്ട് കൊടുക്കണം, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കത്തിയോണ്ട് വരെ വരട്ട് കൊടുക്കുക. 1/2 ഗ്യാപ്പിൽ വരട്ട് കൊടുക്കണം. അപ്പോൾ മീനുമത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാല സംഭവമൊക്കെ ഒന്ന് സെറ്റാക്കണം. ആദ്യം നമുക്ക് അരിപ്പൊടി ഇടാം. അപ്പോൾ ആദ്യമായിട്ട് അരിപ്പൊടി ഇട്ട് പിന്നെ നമ്മൾ കോൺഫ്ലവർ ഇടുക. പിന്നെ മുളക് പൊടി കുറച്ച് അധികം കിടന്നോട്ടെ മുളക്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. പിന്നെ ഇതിലേക്ക് കുറച്ച് നമുക്ക് സുർക്ക ചേർക്കാം. വേണ്ടിയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഒരെണ്ണം വിട്ടുപോയി. ഇതിൻ്റെ ഒപ്പം നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഒഴിക്കാം. കുരൊക്കെ എടുത്തോളാം. ഇരുപട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കുക. ഇനി നമുക്ക് മീനും വേണ്ട തേച്ച് പിടിപ്പിക്കണ്ട. ഇത് ഇടയിലേക്കൊക്കെ ഇങ്ങനെ വരട്ട സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ നന്നായി തേക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി. ഇത് ഇടയിലേക്കൊക്കെ ഇങ്ങനെ വരട്ട സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ നന്നായി തേക്കുക. അപ്പോൾ മീൻ നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3/4 മണിക്കൂർ നമ്മൾ അടച്ചു വെക്കണം. നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മീനുമേ മസാലയൊക്കെ തേച്ചിട്ട് ഒരു 3/4 മണിക്കൂർ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം.
ഉരുളി വറക്കാനുള്ള ഉരുളി വെച്ചു കൊടുക്കാം. നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഫിഷ് ചേർത്തിട്ട് ഇതിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3/4 മണിക്കൂർ വരെ നമ്മൾ ഇത് മസാല പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് എണ്ണയൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കൊടുക്കുക. നല്ല തുറക്കണം. ഒരു സൈഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ. അത് ആകെ പൊട്ടി ആകെ ഒരു വിധായുണ്ട് കിടന്നു പോകുന്നത്. അടുത്ത സംഭവം ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒരു വേറെ പാത്രത്തിൽ ഇത് താഴ്ത്തി പിടിക്കാം. ഇത് ഇടുന്നൊരു ടാസ്ക്കാണ്. അതെന്തായാലും സൂപ്പറായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഫ്രൈ സെറ്റായിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചീന്തിപ്പോയ പോലെ വിണ്ട് കയറിയ പോലെ ഉണ്ട് സംഭവം. നമ്മളെ വന്നിട്ടുള്ള മിസ്റ്റേക്കാണത്. അത് ചട്ടി ചൂടാവണായിട്ട് മുന്നേ ഈ സാധനം ഇട്ട് അപ്പോൾ അതിൽ പിടിച്ചതാണ്. അപ്പോൾ നമ്മളുടെ ഫ്രൈ അടിപൊളിയായിട്ടുണ്ട്. നോക്കാം, നമുക്ക് അടിപൊളി ആയിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി 2 ആൾക്കാരെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എടുത്ത് കഴിക്കും. ആദ്യം നാരങ്ങയൊക്കെ എടുത്ത് പിഴിയും. വലിയ കഷ്ണമൊക്കെ എടുത്ത് കഴിക്ക്. അടിപൊളിയായിട്ടാ അങ്ങനെ പറയല്ലേ, എടുത്ത് പെട്ടെന്ന് പറയല്ലേ. വലിയ കഷ്ണമൊക്കെ എടുത്ത് കഴിക്ക്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മസാലയൊക്കെ ചേർത്ത് ഇങ്ങനെ. ഞാനൊന്ന് കഴിച്ചോക്കട്ടെ. സംഭവം എന്താ പറയുക, ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ്. ഈ സ്പോഞ്ച് കേക്കൊക്കെ അല്ലേ, അതേപോലെയാണ് ഇതിൻ്റെ മാംസം എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ മസാലയൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ കഴിക്കാം. സലാഡൊക്കെ എടുത്ത് കഴിക്കാം. ഓ, ഇത് കാണുന്ന പോലെയല്ല കേട്ടോ. ഇത് കഴിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയുണ്ട്, നന്നായിട്ടുണ്ട്. വേറൊന്നും പറയല്ല. മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം നേരെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.